വാ ചേട്ടാ ഇരിക്ക്. എടോ ചായ മാസ്റ്ററേ, ഞങ്ങക്ക് 3 പേർക്കും കൂടെ ചായ. ചേട്ടന് ഷുഗർ കൂട്ടി കിട്ടോ, ഡബിൾ സ്ട്രോങ് ആയിക്കോട്ടെ. ശരി ചേട്ടാ, അങ്ങനെ തന്നെ ചെയ്യാം. ചേട്ടാ, ഇന്നലെ ആ കൺമണി ഇല്ലേ, അത്യാവശ്യമായിട്ട് ഒരു 5000 രൂപ കടം ചോദിച്ചായിരുന്നു. ചേട്ടനോട് പറയാൻ നോക്കിയായിരുന്നു ഞാൻ. എവിടെ പോയതായിരുന്നു? എടാ, പെൺകുട്ടികൾ എത്ര കാശ് ചോദിച്ചാലും കൊടുക്കാടാ. കൊടുത്ത കാശിൻ്റെ പലിശ കൃത്യമായിട്ട് വാങ്ങിയെടുക്കാം. കൂട്ടിയും കുറച്ചും നോക്കുമ്പോൾ കണ്ണായി ഒരു കണക്കിനകത്തും പെടുന്നില്ല. അവൾക്കൊക്കെ ഞാൻ കാശ് കൊടുത്താ എൻ്റെ ക്യാരക്ടർ എന്താവൂടാ, ഒന്ന് പറഞ്ഞു കൊടുക്കടാ. ചേട്ടാ ഒരു ചായ എടുക്കേ. ശരി ചേട്ടാ. ഡാ, എവിടെ പോയെന്നാണോ ചോദിച്ചേ? നമ്മുടെ സരസില്ലേ, സരസ്, ആ അമലയുടെ അനിയത്തി നല്ല കോഴിക്കറിയുണ്ട്, വീട്ടിലേക്ക് വരുന്നോന്ന് ചോദിച്ചു. എനിക്കാണെങ്കിൽ കോഴിയെന്ന് വെച്ചാൽ ജീവനാ. അതാ നീ വിളിച്ചപ്പോൾ ഞാൻ അവിടെയായിരുന്നു. നിങ്ങൾക്ക് ദേഹം മൊത്തം മറുകാണല്ലോ. എനിക്ക് ദേഹം മുഴുവൻ മറുകുണ്ടാവും, പക്ഷെ ചിലർക്ക് മറുക് തന്നെയാ ദേഹം. എൻ്റെ സ്വത്തിൻ്റെ പാതി ഞാൻ തരാം. താലി പോലും കെട്ടാതെ എൻ്റെ ഭാര്യയായിട്ട് വരാമെന്ന് ചോദിച്ചാൽ നാട്ടിൽ ഒരു പെണ്ണും സമ്മതിക്കുന്നില്ല. ചിലർക്കാണെങ്കിലോ ചൂണ്ട ഇടാതെ തന്നെ എല്ലാ മീനും വന്ന് കൊളുത്തും. ചേട്ടന്റെ വലയിൽ കുടുങ്ങാത്ത മീനോ? ആധാര അങ്ങനെ ഒരു സുന്ദരി. മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലായാൽ മതി. നീ മിണ്ടാതെ ചായ കുടിച്ച് പോവാൻ നോക്ക്. മര്യാദക്ക് സംസാരിക്കേ. എടാ, ആ അമ്പലത്തിലെ പൂജാരിയെ കൂട്ടി വന്നേ. ഇദ്ദേഹത്തെ ഇവിടെ ഇരുത്തി നമുക്കൊരു വിശേഷ പൂജ തന്നെ ചെയ്യാൻ പറയാം. നീയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നോ? പാവപ്പെട്ട പെണ്ണുങ്ങൾക്ക് കൂടുതൽ പലിശക്ക് കാശ് കൊടുത്ത് അവരുടെ ജീവൻ നീ നശിപ്പിക്കുകയല്ലേ? എന്റെ ജീവിതം കളയാ. നിങ്ങൾ വഴക്കുണ്ടാക്കേട്ടാ. പ്ലീസ് അവിടെ പോയി ഇരിക്കട്ടാ. പ്ലീസ് അവിടെ പോയി ഇരിക്കേ. പ്ലീസ് പ്ലീസ് ദേവി അവിടെ പോയി ഇരിക്കൂ. ഒന്നും എവിടെ ഇരിക്കുക, അവിടെ ഇരിക്കുക. ഇരിക്കെ എല്ലാരും കൂടെ വന്നേക്കോ രാവിലെ. എന്റെ മോളെ സഹിക്കാൻ പറ്റുന്നില്ല, കണ്ടിട്ട് ഭയങ്കര എന്തായാലും വളരെ ദ്രോഹമായി. എന്റെ പൊന്നു മോളെ നീ കൊന്നല്ലോടാ. മര്യാദക്ക് ഞാൻ പറയുന്നത് കേട്ടാ മതിയായിരുന്നു. നീ ഗതി പിടിക്കില്ലടാ. എന്റെ മോളെ പൊന്നു പോലെ വളർത്തിക്കൊണ്ടുവന്ന കുഞ്ഞാ, ഇതൊന്ന് ചോദിക്കാൻ പോലും ആളില്ലല്ലോ ഇവിടെ. മോളെ കണ്ണു തുറക്കും മോളെ. അയ്യോ എന്റെ മോളെ. ചേച്ചി കരയില്ലേ ചേച്ചി? അയ്യോ എന്റെ മോളാ ദുഷ്ടനെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു. അവളെവിടേക്കോ തൊടണമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവന്റെ കണ്ണിപ്പെടാതെ മാറ്റിക്കൊണ്ട് നടന്നതാ. ആ ദുഷ്ടൻ എന്നെ നശിപ്പിച്ച പോലെ എന്റെ കുഞ്ഞിനെയും കൊന്നു. എന്റെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞത് ആ ദുഷ്ടനാ. ഇതായിരിക്കും അവൻ ചെയ്ത അവസാനത്തെ തെറ്റ്. എത്രയും പെട്ടെന്ന് അവന്റെ കാര്യം തീരുമാനിക്കണം. നിന്നെയും തേനെയും പറ്റി മോശമായ ഒരുപാട് കാര്യങ്ങൾ അവൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പറയാ, തേൻ മാത്രമല്ല, ഇനി ഒരു പെണ്ണിന്റെ ദേഹത്തും അവന്റെ വിരല് പോലും മുട്ടത്തില്ല. കരയില്ലേ ചേച്ചി? നമ്മളെ കാക്കാൻ നമ്മുടെ ദൈവം എന്നും കൂടെ ഉണ്ടാവും. നമ്മുടെ ഈ കണ്ണീരിന് അവൻ ഉത്തരം പറയേണ്ട ഒരു കാലം വരും ചേച്ചി. ഇങ്ങനെ കരയില്ലേ, വിഷമിക്കാതെ. മോളെ ഒരുപാട് പറഞ്ഞു നോക്കി, അവന് തന്നെ കാണാൻ താല്പര്യമില്ല. സമയമായി പോ മോളെ. എന്താ ഗുണം ഇങ്ങനെ ചെയ്യുന്നേ? ആ പെണ്ണ് ഓരോ പ്രാവശ്യം നിന്നെ കാണാൻ വേണ്ടി പ്രതീക്ഷയോടെ വരുന്നേ. പാവം എന്ത് ചെയ്യാനാ, വിഷമിച്ചാ തിരിച്ചു പോകുന്നേ. അവളെ കാണാൻ താല്പര്യമില്ലെന്ന് പറയുന്നു, പക്ഷെ അവള് പോയിട്ട് അത് നോക്കിയിട്ട് വിഷമിച്ച് നിൽക്കും. എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നിന്റെ ഒരു ചേട്ടനെ പോലെ കണ്ട് നീ എന്നോട് കാര്യം പറയും. എത്ര അടിച്ചിട്ട് അങ്ങോട്ട് ഫിറ്റ് ആവുന്നില്ലല്ലോ കളിയാ. അടിച്ച് അങ്ങോട്ട് പോരാൻ തോന്നുന്നു. ഇത് പോരെന്നാണോ?
അതിന് വേണ്ടിയല്ലേ ഇത് ഞാൻ മാറ്റി സാധനം കയ്യിലുണ്ടോ? എടാ നീയാണ് യഥാർത്ഥ കൂട്ടുകാരൻ. നീ അടിക്കുന്നോ? അടിക്ക്. വേണ്ട, നീ എന്നെ കുടിച്ച. അതും കൂട്ടുകാരനായിട്ട് വേണ്ടാന്ന് വെച്ചല്ലേ? എത്ര അടിച്ചാലും എന്താ പറഞ്ഞ ചെടിയായിട്ട് വരുന്നട്ടാ. ചെടിയായിട്ട് വരാൻ നോക്കിയേ. ഒന്ന് നിന്നടാ. ഇവനെന്തിനാ പാർട്ടി കൂടിയില്ല ഇങ്ങനെ നോക്കുന്നേ? ഇനിയിപ്പോ പാർട്ടിയിൽ ചേരാൻ പോകണതോ പാർട്ടി തുടങ്ങാൻ പോകണോ? ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് 2 കൊടിയേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഓരോ കളറിൽ ഓരോ കൊടിയുണ്ടല്ലോടാ. ഗവൺമെന്റ് കടയിൽ പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനാ സംസാരിച്ച് പതിയെ കൂട്ടിക്കൊണ്ടുവന്നേ. ഇപ്പൊ പാർട്ടി കൊടിയെ നോക്കി രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് അടുത്ത പ്രശ്നം ഉണ്ടാക്കിയിടുവോ? എടാ രാഷ്ട്രീയക്കാരാ, മറുപടി പറയടാ. എന്താ മറുപടി ഇല്ലേ? അന്ന് നീ കൊച്ചു കുട്ടിയായിരുന്നല്ലേ, ഇപ്പൊ നീ ഒരുപാട് വലുതായില്ലേ. അന്ന് ഒരു ടീ 8 അണയ ഉണ്ടായിരുന്നുള്ളൂ, ഇന്ന് ഒരു ടീക്ക് 8 രൂപയല്ലേ. നോട്ട് ബുക്ക് പോയിട്ട് ഇപ്പൊ ഫേസ്ബുക്ക് വന്നില്ലേ, ലെറ്റർ പോയിട്ട് ട്വിറ്റർ വന്നില്ലേ. വിലക്കയറ്റം കൂടിക്കൊണ്ടിരിക്കുക, എല്ലാം മാറിക്കൊണ്ടിരിക്കുക, പാർട്ടി കൊടികളും കൂടിക്കൊണ്ടിരിക്കുക. നിർത്ത്. പാർട്ടിയും കൂടി പാർട്ടിയുടെ കൊടിയും കൂടി. പക്ഷെ ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നോ? എന്തിനാടാ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നേ? സഭയിൽ ചോദിക്കേണ്ട ചോദ്യമല്ല, എന്നോട് എന്തിനാടാ നീ ചോദിക്കുന്നേ? നിർത്ത്. നീയല്ലേ അന്ന് പറഞ്ഞത് MLA-യും MP-യും ഒക്കെ ഞാൻ പറയുന്ന വാക്ക് കേട്ടിട്ട് അവരൊക്കെ എന്തും ചെയ്യുള്ളൂ എന്ന്. അതുകൊണ്ടാ നിന്നോട് ചോദിച്ചത്. പിന്നെ എങ്ങനെയാടാ നിനക്കറിയാതെ ഇത്രയും കൂടി പറക്കുന്നത്? പറയടാ. ഞാൻ ഇന്ന് രാവിലെ കണ്ട കാണി ശരിയില്ലടാ, അല്ലെങ്കിൽ എന്റെ മുമ്പിൽ ഇങ്ങനെ ഒന്ന് പെട്ടു നിൽക്കേണ്ടി വരും. ശരി, അതൊക്കെ വിട്. 1 2 3 4 5 അതെ, 6. നീ എന്തായി ചെയ്യുന്നേ? എത്ര കൊടിയുണ്ടെന്ന് എണ്ണി നോക്കുവായിരുന്നടാ. നാളെയും ഇത്രയും കൊടി തന്നെ ഉണ്ടാകാവൂ. ഇനിയും ഒരു പാർട്ടിയുടെ കൊടി കൂടി ഇവിടെ വന്നാലുണ്ടല്ലോ, അന്ന് നിന്റെ ഉണക്ക പാർട്ടിയെ ചവിട്ടി കൂടി പെട്ടിയിലാക്കി ഞാൻ. അയ്യോ ദേവിയേ, നാളെ ആരും പുതിയ പാർട്ടി തുടങ്ങാതിരിക്കാൻ നോക്കണേ, അല്ലെങ്കിൽ ഈ എന്റെ കഴുത്തെറുത്ത് അതൊക്കെ നാളെ നോക്കാം. പോയി ഒരു മാല വാങ്ങി എന്റെ കഴുത്തിലിട്ടിട്ട് എന്റെ ഭാര്യയായിട്ട് സ്വീകരിക്കും. അങ്ങനെ അല്ലെങ്കിൽ ആ മാല എന്റെ ശവത്തിലിട്ടിട്ട് പൊയ്ക്കോ. പോയി ഒരു മാല വാങ്ങി എന്റെ കഴുത്തിലിട്ടിട്ട് എന്റെ ഭാര്യയായിട്ട് സ്വീകരിക്കും. അങ്ങനെ അല്ലെങ്കിൽ ആ മാല എന്റെ ശവത്തിലിട്ടിട്ട് പൊയ്ക്കോ. എന്റെ മനസ്സിന്റെ വേദന ഞാൻ ആരോടാ പറയുക? ഓരോ കുടിയന്റെ പിന്നിലൊരു ദുഃഖ കഥ കൂടിയുണ്ട്. അതൊക്കെ മറക്കാനാ ഞങ്ങൾ ഈ കുടിക്കുന്നത്. ഇത്ര നേരമായിട്ട് ഏട്ടൻ എന്താ ഇങ്ങോട്ട് വരാത്തെ? എന്താ ബിസി നിന്നോണ്ടിരിക്കുന്നേ? എന്താ ഇത്? ഇത്ര നേരമായിട്ട് ഇത് എവിടെ പോയി കിടക്കായിരിക്കും? ഏട്ടാ, എന്തായിട്ട് ഇങ്ങനെ കുടിച്ചിട്ടൊക്കെ വന്നേ? നോക്കി എന്തായിട്ട് ഇത്? സൂക്ഷിച്ച് ഏട്ടാ, ഞാൻ പോയി കഴിക്കാൻ എടുത്തിട്ട് വരാം. നിക്ക്. എന്തിങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഇന്ന് എന്താ സംഭവിച്ചേ? ഏട്ടാ, ജോലിക്ക് പോകാൻ ഇറങ്ങുകയാണോ? വരുമ്പോ കുടിച്ചിട്ടൊന്നും വരില്ല ഏട്ടാ. നാട്ടുകാരൊക്കെ നമ്മളെ പറ്റി വളരെ മോശമായിട്ട് പറയും. നിങ്ങളോട് ഞാൻ കുടിക്കണ്ടെന്നൊന്നും പറയുന്നില്ല, വീട്ടിൽ വന്നിട്ട് കുടിച്ചോളൂ. ഇത് മാത്രല്ല, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് വേണം ചെയ്യും. നീയടി ഞാൻ കുടിക്കുന്ന കാരണം തന്നെ നീയാ.
ഒരു കൊച്ചു പെണ്ണല്ലേ, പോട്ടെ പോട്ടെ എന്ന് കരുതുമ്പോ തലക്കരങ്ങ് നിറങ്ങാണല്ലോ. നോക്കേ, ഞാനിവിടെ തങ്ങുന്നതിന്റെ കാരണം തന്നെ നിന്റെ അപ്പനാ. നിന്നെ കാണാൻ വരുമല്ലോ. അയാള് വന്നാലുണ്ടല്ലോ എന്റെ കൈ കൊണ്ട് അയാളെ വെട്ടി വെട്ടി അറിയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നത്. അല്ലാതെ നിന്നെ കല്യാണം കഴിച്ച് കുടുംബം നടത്താനൊന്നും അല്ല, മനസ്സിലായോ? നിന്റെ തന്തയെ പിടിക്കാൻ നീ ആടി എനിക്ക് തുറപ്പിക്കട്ടെ. നിന്റെ താലയ്ക്കും പൊട്ടിനും പൂവിനും കളങ്കം വരാൻ പോവാ. ഒന്ന് വേഗം വാടി. പാണ്ടി, നാട്ടില് പൈപ്പിൽ വെള്ളം വരുന്നില്ല, സ്കൂളില് കറണ്ട് വരുന്നില്ല, കക്കൂസ് കെട്ടിത്തരാന്ന് പറഞ്ഞ് കമ്മീഷൻ വാങ്ങിച്ചിട്ടുണ്ട്. അതെല്ലാം പോട്ടെ പോട്ടെ എന്ന് വെക്കാം. എന്റെ ഏട്ടന് കള്ള് വാങ്ങിക്കൊടുത്ത് കുടിയനാക്കുക, എന്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കി നിന്നെ ഞാൻ വെറുതെ വിടില്ല. പാണ്ടി, നിക്കടാ. നിക്കാനാ പറഞ്ഞത് നിന്നോട്. നിക്കാനാ, നിന്നെ ഞാൻ വെറുതെ വിടില്ലെന്ന്. ഓടിയിട്ട് കാര്യമില്ല, നിക്കാൻ. അയ്യോ, എടാ, അങ്ങനെ വെറുതെ വിടില്ല. എന്ത് പറഞ്ഞു നിങ്ങൾ പറ്റിച്ചേ? അങ്ങനെ ചോദിക്ക. നീ ആദ്യം അവൻ കുടിക്കുന്നതിന്റെ കാരണമായി കണ്ടുപിടിക്ക്. അത് വിട്ടിട്ട് പാവം എന്റെ ഭർത്താവിനെ എന്നെ കൊല്ലാൻ വരുന്നേ. നിന്റെ സംശയം കാരണം ഞങ്ങളുടെ കുടുംബം നശിപ്പിക്കല്ലേ? കുടുംബം നശിപ്പിക്കാൻ വന്നില്ലേ? നശിച്ചു പോന്നി. ഇതേതാ പുതിയ പ്രശ്നം? നിങ്ങൾക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? തലയിൽ എഴുത്ത്. അവളുടെ ചേട്ടൻ എങ്ങനെ നടന്ന നിങ്ങൾക്ക് എന്താ? ഇനി ഇതുപോലെ ചെയ്തിട്ട് വന്നാലുണ്ടല്ലോ നിങ്ങളെ ഞാൻ തന്നെ വെട്ടി കഷ്ണമാക്കും. ഈ നാട്ടിലെ പെണ്ണുങ്ങള് വെള്ളം അടിച്ചാലും ഒന്നും ചെയ്യില്ല. പക്ഷെ വേറെ പെണ്ണിന്റെ കൂടെ എങ്ങനെ ആയിരുന്നാ അപ്പൊ തന്നെ വെട്ടി കൊന്നുകളയും. മധുരപ്പാണ്ടി, നീ എന്തിനൊന്നും സൂക്ഷിച്ചിരിക്കണം കേട്ടോ. ആ ഭാഗത്ത് ശകുനം ശരിയല്ല, ഈ ഭാഗത്തേക്ക് പോയേക്കാം. അതെ, എന്നോട് വരാൻ പറഞ്ഞിട്ട് എന്തിനാ അങ്ങോട്ട് നോക്കിയിരിക്കുന്നത്? ഓടി, നിന്നോടൊന്നും മിണ്ടായില്ല. ഇന്നലെ എന്താ എന്നെ കാണാൻ വരാ? ഞാൻ നീ എന്താ കളിക്കാണോ? നമ്മുടെ ഇക്കാര്യം ആരെങ്കിലും അറിഞ്ഞാലുണ്ടല്ലോ പിന്നെ നമ്മുടെ ജീവൻ പോലും ഉണ്ടാവില്ല. ഇവിടുത്തെ അവസ്ഥ അറിയാതെ സംസാരിക്കല്ലേ. എടാ, ഇപ്പൊ പറ. ആണോ? എന്നാ എനിക്ക് രൂപതാ. അയ്യേ, കറുപ്പന്റെ ആഗ്രഹം നോക്ക്. നേരവും കാലം നോക്കാതെയാണോടാ ഓരോന്ന് ചെയ്യുന്നേ? നീ വേറെ ജാതി, ഇവള് വേറെ ജാതി. നിങ്ങൾ ഇവിടുന്ന് റൊമാൻസ് ചെയ്യാണോടാ? നാട് മുഴുവനും ദുരഭിമാന കൊലയെന്നും പറഞ്ഞ് സ്വന്തം മക്കളെ പോലും കൊന്ന് തള്ളുക. നിങ്ങളുടെ കാര്യങ്ങാനും നാട്ടുകാർ അറിഞ്ഞാലുണ്ടല്ലോ നിന്നെ എല്ലാവരും ചേർന്ന് വെട്ടി തീർക്കും. ആരോടും പറയില്ലേ മുതലാളി, പ്ലീസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ടി വരും. ആദ്യം നീ ഇവിടുന്ന് പോടാ. പ്ലീസ് പോടാ, ഞങ്ങളെ വിട്ടേക്ക്. പോൻ പറഞ്ഞതാ, പോടാ. ഇത് നോക്ക്, ഇനി നീ എനിക്ക് കുറച്ച് സന്തോഷം തരണം. നീ എങ്ങാനും ബഹളം ഉണ്ടാക്കിയാലുണ്ടല്ലോ നിങ്ങളുടെ കാര്യം നാട്ടുകാർ മുഴുവനും അറിയും. ഇല്ലടി അവിടെ. നിങ്ങൾക്ക് എന്റെ ജാതി പ്രശ്നമില്ലേ? ഇതിനൊന്നും ജാതി നോക്കില്ലടി ആരും. എന്താ ഇത്? വിട്. എന്താ ഇത്? സ്വന്തം വീട്ടിൽ മോഷ്ടിക്കാൻ നോക്കുന്നോ? മര്യാദക്ക് പ്രശ്നം ഉണ്ടാക്കാതെ ആ മാലയൂര് തരാനാ പറഞ്ഞത്. വേണ്ട, വിട്. ഈ വീട്ടിലുള്ള എന്ത് വേണം എടുത്തോണ്ട് പോയിക്കോ. എന്റെ ജീവൻ വേണമെങ്കിൽ അതും എടുത്തോ. പക്ഷെ ഈ മാല മാത്രം എന്നോട് ചോദിക്കരുത്. ഇത് നിങ്ങൾ ആദ്യത്തെ ശമ്പളത്തിൽ എനിക്ക് വാങ്ങിച്ചു തന്ന മാലയാ. ഇതെനിക്ക് നിങ്ങൾ എന്നെ കഴുത്ത് കെട്ടിയ താലി പോലും പവിത്രമാണ്. ഓഹോ, അങ്ങനെ ഒരു വിചാരം നിന്റെ മനസ്സിലുണ്ടായിരുന്നോടി. ഇന്നത്തോടെ അതൊക്കെ മാറ്റിയേക്ക്. മാലയൊന്നും കാടി, താലിമാലയാണ്. ഞാൻ നിന്റെ കാലിനടി. അപ്പൊ വരട്ടെ മോളെ.